നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെതിരെ വലിയ ഒരു പ്രക്ഷോഭത്തിന് RSSും സംഘപരിവാർ സംഘടനകളും BJPയും ചേർന്ന് രൂപം കൊടുക്കുകയാണ്. ഇത്തവണ ശബരിമല വിവാദത്തിൽ കോൺഗ്രസിന് മുതലെടുക്കാൻ അവസരം കൊടുക്കരുതെന്ന വാശിയിലാണ് BJP നേതൃത്വം. കഴിഞ്ഞ തവണ 2018 സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ വലിയ പ്രക്ഷോഭങ്ങളിലും മറ്റും കോൺഗ്രസിനാണ് മുതലെടുക്കാൻ കഴിഞ്ഞതെന്നും അതിന്റെ രാഷ്ട്രീയ പ്രയോജനം ഉണ്ടായത് കോൺഗ്രസിന് മാത്രമായിരുന്നുവെന്നുമുള്ള വിലയിരുത്തലിലാണ് BJP നേതൃത്വം. എന്നാൽ ഇത്തവണ ഒരു കാരണവശാലും കോൺഗ്രസിനെ മുതലെടുക്കാൻ അനുവദിക്കരുതെന്നും സ്വർണ്ണപ്പാളി വിവാദം BJPക്കുള്ള ഏറ്റവും മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ഔഷധമായി മാറണമെന്നുമാണ് RSS നേതൃത്വം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് ഒരു രണ്ടാം ശബരിമല പ്രക്ഷോഭത്തിന് BJP തയ്യാറെടുക്കുകയാണെന്നുള്ള സൂചനകളാണ് ആ പാർട്ടിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. RSSന്റെ പിന്തുണയോടുകൂടിയും RSSന്റെ അനുഗ്രഹാശിസുകളോടുകൂടിയും രണ്ടാം ശബരിമല പ്രക്ഷോഭം BJP വരും ദിവസങ്ങളിൽ ആരംഭിക്കും എന്ന കാര്യം സുവ്യക്തമായി കഴിഞ്ഞു. കോൺഗ്രസിന് ഇതിൽ നിന്നും മുതലെടുക്കാനുള്ള ഒരു അവസരവും കൊടുക്കരുതെന്നും സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും ഒറ്റപ്പെടുത്തിക്കൊണ്ടും ആക്രമിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് നടത്തേണ്ടതെന്നും കോൺഗ്രസിനേക്കാൾ ഒരു പടി മുന്നിലായിരിക്കണം ഇക്കാര്യത്തിൽ BJPയുടെ നീക്കങ്ങളെന്നുമാണ് RSS നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് രണ്ടാം ശബരിമല പ്രക്ഷോഭം കുറെ കൂടെ വ്യാപകമായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനാണ് അത്രേ BJP ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ കേവലം നാമജന്മഘോഷയാത്രകളോ അല്ലെങ്കിൽ ശബരിമലയിലെ മറ്റ് പ്രക്ഷോഭ പരിപാടികളോ അല്ല, മറിച്ച് ഓരോ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും കേരളത്തിലെ ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ട് ജനങ്ങളെയും വിശ്വാസികളെയും തങ്ങളുടെ ഒപ്പം ചേർക്കാനുള്ള ചില തന്ത്രപരമായ നീക്കങ്ങൾ CPM സർക്കാരുകൾക്കെതിരെ BJP സൃഷ്ടിച്ചെടുക്കുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയനും CPMും വിശ്വാസികളെ അവഹേളിക്കുകയാണെന്നും ഹൈന്ദവ വിശ്വാസികളെ ആക്ഷേപിക്കുകയാണെന്നും ഒരു ഹിന്ദു വിരുദ്ധ ഭരണമാണ് ഇതെന്നുമുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ശബരിമലയ്ക്ക് പോലും രക്ഷയില്ല എന്ന മുദ്രാവാക്യവുമായാണ് ഇനി സംഘപരിവാറിന്റെ പ്രവർത്തകർ തെരുവിലിറങ്ങാൻ പോകുന്നത്. CPMും പിണറായി വിജയനും ഇപ്പോൾ ഒരു ഹിന്ദു സംരക്ഷക വേഷം കെട്ടിയിരിക്കുകയാണ്. അയ്യപ്പ സംഗമത്തെ തുടർന്നും മറ്റ് സമുദായ സംഘടനകളെ SNDPയെയും NSSനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടും ഒരു ഹിന്ദു മുന്നേറ്റത്തിന് CPM തയ്യാറെടുക്കുമ്പോൾ അതിനെ പൊളിക്കാൻ കൂടി ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉപകരിക്കുമെന്നാണ് BJPയുടെയും RSS നേതൃത്വത്തിന്റെയും കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസം RSSന്റെ ഉന്നത നേതൃത്വം ഇക്കാര്യത്തിൽ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സംഘപരിവാർ സംഘടനകളെയും സർക്കാരിനെതിരെ തിരിച്ചുവിട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ കൊണ്ടുപോകാനാണ് അത്രേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. വിശ്വാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ വികേന്ദ്രീകരിച്ച കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭം പോലെ ശബരിമല സന്നിധാനത്തോ അതല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായല്ല, ഓരോ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും വികേന്ദ്രീകരിച്ച് വിശ്വാസികളെ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുമായി സംവദിച്ച് സർക്കാരിന്റെ ശബരിമല വിരുദ്ധതയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ BJP നേതൃത്വം നടക്കുന്നത്. ഒരു കാരണവശാലും കോൺഗ്രസിനെ ഇതിൽ നിന്നും മുതലെടുക്കാൻ അനുവദിക്കരുതെന്നുള്ള ശക്തമായ സന്ദേശമാണ് RSS നേതൃത്വം BJPക്ക് കാര്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തന്നെ BJPയും അതോടൊപ്പം സംഘപരിവാർ സംഘടനകളെല്ലാം തന്നെ വിശ്വ പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ ഇക്കാര്യത്തിൽ BJPക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാം ശബരിമല പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കാൻ BJP തയ്യാറായി കഴിഞ്ഞു. അതിന് പറ്റിയ അവസരമാണ് ഈ സ്വർണ്ണപ്പാളി വിവാദമെന്നാണ് BJP RSS നേതൃത്വം വിലയിരുത്തുന്നത്.